ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് ക്ലീനിങ്ങും ഷോപ്പിങ്ങൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാട്ടോ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നനച്ചുള്ളിപ്പള്ളിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ താഴത്തെ പിന്നെ നമ്മൾ സിറ്റ് ഔട്ടും പിന്നെ കിച്ചണിൻ്റെ ആ ഭാഗങ്ങളും പിന്നെ വർക്ക് ഏരിയൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പിന്നെ മാറാല തട്ടലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ താഴത്തെ സിറ്റ് ഔട്ട് ഒന്നും നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മളെ കിച്ചണിലെ പണികളും പിന്നെ അകം തുടക്കലും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുറത്തത്തെ സെറ്റ് ഔട്ടൊക്കെ കഴുകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് മാറാല ലോട്ട് ചുറ്റോടൊക്കെ മാറാല തട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ ഭാഗമുള്ള മാറാലും പിന്നെ സിറ്റൗട്ടിൽ മാറാല അങ്ങനെ കാര്യങ്ങളൊക്കെ തുടച്ച് പിന്നെ മാറാലൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ സിറ്റൗട്ട് കഴുകാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചവിട്ടികളുണ്ട് കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ല പുതിർത്തി ഇട്ടിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് വലിയ ചവിട്ടികൾ തന്നെ പിന്നെ കാര്യമായിട്ട് കഴുകാണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഞാൻ പിന്നെ നമ്മൾ സിറ്റൗട്ടിൽ ഇടുന്ന ചവിട്ടികളില്ലേ അത്, അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ നിവർത്തിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ പിന്നെ ഫില്ലറും കാര്യങ്ങളൊക്കെ തേച്ച് വരുതി കഴുകാട്ടെ. അപ്പോൾ അതിന് മുന്നേ ഫാൻ തുടക്കൽ, ബൾബ് തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പിന്നെ ഫാനൊക്കെ നല്ല തുടച്ച് ക്ലീനാക്കി തന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചുമരും ഫില്ലറും എല്ലാം ഇതുപോലെ സോപ്പിട്ട് നല്ല ഒന്ന് വരുതിയിട്ട് നമ്മൾ എന്താ പറയുക പൈപ്പ് അടിച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകാട്ടെ. അപ്പോൾ പിന്നെ ഇവിടെ ആയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോയിക്കോളും. അങ്ങനെയൊക്കെ സുഖമായിട്ടും ഇവിടെ കഴുകാനായിട്ട് ചുമരൊക്കെ. അപ്പോൾ സിറ്റൗട്ട് കഴുകലൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയൂട്ടോ. കാരണം പിന്നെ ഒഴുതി കഴിഞ്ഞ് വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് തന്നെ പിന്നെ നമുക്ക് തുടച്ചെടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ചുമരൊന്നും വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ പിന്നെ സിറ്റൗട്ടിലൊക്കെ ആണെങ്കിൽ ചുമരുമ ചളി ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നല്ല പൊടിയാണല്ലോ, പൊടി ഉണ്ടായിരുന്നു നല്ല. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ക്ലീനാക്കി പിന്നെ ഒരതി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ജനലിൻ്റെ ഭാഗമൊക്കെ ഇനിയിപ്പോൾ നമ്മളെ ഫില്ലർ വരുതലും ചുമര വരുതലും വെള്ളം ഒഴിച്ച് കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ചവിട്ടികളൊന്ന് നല്ല പിന്നെ വിശദമായിട്ട് തന്നെ നല്ല ഉരച്ച് കഴുകാനും കിട്ടും. അപ്പോൾ ഞാൻ സോപ്പിനോട് കുറച്ചൊന്നിങ്ങനെ വിതറി കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലൊന്ന് ഇതുപോലെ ഉരതി കൊടുക്കട്ടെ. അപ്പോൾ ഈ രണ്ട് പിന്നെ ചവിട്ടി കഴുകുമ്പോൾ ഇതുപോലെ സിറ്റൗട്ടിലിട്ട് കഴുകാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ ചവിട്ടി കഴുകുന്ന ദിവസങ്ങളിൽ ഞാൻ സിറ്റൗട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകൽ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ചവിട്ടിയുമ്പോൾ നമുക്ക് എപ്പോഴൊന്നും മാറ്റലൊന്നും ഇല്ല, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റൗട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴുകിയെടുക്കുക ചെയ്യാം. അങ്ങനെ നമ്മളെ ചവിട്ടികളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാനത് കസേരയിലാക്കി അവിടെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം ഉണങ്ങാനായിട്ട്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പുറത്ത് വെയിലത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചവിട്ടിയിൽ ചളിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ സിറ്റൗട്ടിൽ. അപ്പോൾ ഞാൻ അതൊന്ന് ആദ്യം വൈപ്പറേറ്റ് വെള്ളം ഒഴിവാക്കി കളയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് നല്ല ഉരച്ച് കഴുകിയതിന് ശേഷം 2-3 പ്രാവശ്യം പൈപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ പിന്നെ തുടച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഫുള്ളും ആകാത്ത വെള്ളം ഫുള്ള് ഞാൻ പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബ്രഷ് വെച്ചിട്ട് താഴേക്കൊന്ന് നല്ല ഉരതി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പും ചുറ്റോടൊന്നും മാർബിൾ അല്ലല്ലോ, ഒരു ലെപ്പോത്രം എന്ന് പറഞ്ഞ ടൈലായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ല ഒന്ന് ഉരച്ച് തന്നെ കഴുകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചളി നിൽക്കും. അപ്പോൾ അതുപോലെ ഞാൻ അവിടെയൊക്കെ ബ്രഷ് ഇട്ടിട്ടൊന്ന് ഉരതുണ്ട് നല്ല. പിന്നെ നമ്മൾ പിന്നെ ചുമരുമുള്ള തിണ്ടില്ല നമ്മൾ മാർബിൾ ഇട്ട് നമ്മൾ ചുമരിൻ്റെ അങ്ങനെ കയറ്റിയിടൂലേ, എന്താ പറയുക അതിന്, നമ്മൾ സൈഡിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്രഷ് ഇട്ടിട്ട് നല്ല ഒന്ന് ഉരതിയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചളിയൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ
അതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് നല്ല 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കഴുകി പിന്നെ വൈഫറായിട്ട് വെള്ളം പുറത്തേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ തുടച്ചെടുക്കട്ടെ. അപ്പോൾ തുടയ്ക്കണ മുന്നേ ഞാൻ ആ മഫ് വെച്ചിട്ട് നല്ല പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ കൈ എത്താത്ത ഭാഗങ്ങളില്ലേ ആ ഭാഗങ്ങളൊക്കെ ഞാൻ അതുപോലെ നല്ലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ എത്തുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ നല്ലൊന്ന് തുടച്ചെടുത്തു, മഫ് എത്തുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് നല്ല തുടച്ചെടുത്തു. അപ്പോൾ മേൽഭാഗത്തുള്ള പൊടിയൊക്കെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ നല്ല തുടച്ചെടുത്തു. നല്ല പെട്ടെന്ന് തന്നെ വൈഫറായിട്ട് വെള്ളം ഒഴിവാക്കിയപ്പോൾ തന്നെ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് തുടച്ചെടുത്തു. അങ്ങനെ സിറ്റ് ഔട്ട് ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടോ. അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാനിതപ്പോൾ പിന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുകയാണേ. അപ്പോൾ കുറേ ദിവസമായി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് അപ്പോൾ നമുക്ക് ടെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോൾബിനാണ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ റോഡ് ക്ലാസ്സിനും പിന്നെ എച്ചിടാനൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോഡ് ക്ലാസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുമ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ. അപ്പോൾ ചട്ടി വാങ്ങണം എന്നുള്ളതിൽ കയറി പിന്നെ നമുക്കൊന്ന് വീഡിയോ നിങ്ങളെ കാണിക്കും ചെയ്യാന്നുള്ളതിൽ അങ്ങനെ. അപ്പോൾ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയാൽ വേറൊരു ലോകമാട്ടോ. ചട്ടി എന്ന് പറഞ്ഞാൽ ചട്ടി മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കൊരു ചട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു. നമ്മൾ കറി വെക്കണ ചട്ടീൻ്റെ പിന്നെ വക്കൊക്കെ പൊട്ടി കൊണ്ടിട്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും നമുക്ക് പാകത്തിൽ ഡെയിലി കറി വെക്കാൻ പറ്റിയ ചട്ടിയില്ലേ അതിൻ്റെ അരിയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ വാങ്ങുന്നത് ഞാൻ കുറേ ദിവസമായിട്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിലേ പോകുമ്പോൾ വണ്ടി അവിടെ എത്തുമ്പോൾ ഞങ്ങൾ 3 നാളെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാനും എൻ്റെ നാപ്പൻസ് കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചട്ടി കാണിച്ച് പറയുന്നതിനേക്കാളും നല്ല വീഡിയോ നിങ്ങൾ കണ്ടുവെക്കുക, അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവെക്കുക. പിന്നെ ഇവർക്ക് ഓൺലൈനായിട്ട് സെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ നമ്പർ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവർ പിന്നെ ചട്ടീൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പോൾ അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനത്തെ മോഡലോ കാര്യങ്ങളോ വേണ്ടാതെ അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ സെൻഡ് ചെയ്ത് തന്നോളും. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയ ചട്ടി കാണണ്ടേ. ഒരു ചട്ടി വാങ്ങാൻ പോയാൽ ഞാൻ 2 ചട്ടി വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ചട്ടി കേട്ടോ ഞാൻ കറിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ മൂടിയുള്ള ചട്ടി ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ മുളക് കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സീസൺ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ.
പിന്നെ നമ്മൾ മയക്കിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ നല്ല ഭംഗിയില്ലേ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഈ ചട്ടിയാണ് ഞാൻ ആദ്യം എടുത്തിട്ട് നമുക്ക് കറി വെക്കാമെന്നുള്ളതിൽ ആദ്യം എടുത്ത് അതിന് ശേഷമാണ് മറ്റേ ചട്ടീൻ്റെ കണ്ണിപ്പെടുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അതും കൂടി എടുത്തു. അപ്പോൾ ആ പിന്നെ ചട്ടിക്ക് വരുന്നത് 250 രൂപ. അപ്പോൾ അതിൻ്റെ മൂടി അടക്കാണ് കേട്ടോ 250 രൂപ വരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല 2 ചട്ടി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വർക്കൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ചട്ടിയിൽ വർക്ക് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും, പിന്നെ എന്താണ് പറയുക വലുപ്പത്തിനനുസരിച്ചും റേറ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ലുക്കുള്ള വർക്കല്ലേ, അതുകൊണ്ടായിരിക്കും 250 രൂപ അങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ വില ഒന്നും നോക്കിയില്ല, ആ ചട്ടി ഞാൻ എടുത്തിട്ടോ അങ്ങനെ. അപ്പോൾ 2 ചട്ടിയായി അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് താന്നൂരിന് തിരൂർക്ക് പോകുമ്പോൾ വട്ടത്താണില്ലേ, വട്ടത്താണി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ, അതായത് വലിയ പാടത്തിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ വാങ്ങിയ ചട്ടിയിൽ ഏത് ചട്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ 2 ചട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടെ കമൻറ്റാക്കി എഴുതില്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.